അപ്പോൾ എല്ലാവർക്കും റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഡിസ്കഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. സോ ഇതൊരു സ്റ്റേറ്റ് സിലബസ് ആയാലും CBSE ആയാലും ട്രഡീഷണൽ അപ്രോച്ചും ഉണ്ട്, മോഡേൺ അപ്രോച്ചും ഉണ്ട്. അപ്പോൾ ജനറലി നിങ്ങളിപ്പോൾ എല്ലാവരും ട്രഡീഷണൽ അപ്രോച്ചസ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ CBSE മോഡേൺ അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത്. സോ നമ്മൾ പഠിക്കുന്ന റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൽ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് റിമെമ്പർ ചെയ്യാനും പഠിക്കാനും എളുപ്പമുള്ളത് മോഡേൺ അപ്രോച്ചാണ്. മോഡേൺ അപ്രോച്ചിൽ 5 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ് അക്കൗണ്ട്സ്. അതെന്ന് പറയുന്നത് അസറ്റ്സ്, എക്സ്പെൻസ്, ഇൻകം, റവന്യൂ ആൻഡ് ക്യാപിറ്റൽ. സോ ഇതൊരു അക്കൗണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നമുക്കറിയാം, ഒരു ഡ്യുവൽ ആസ്പെക്ട് ആണ്. സോ വേറെവർ ദർ ഇസ് എ ട്രാൻസാക്ഷൻ എഫക്ട്, ദർ ഇസ് എൻ ഓപ്പോസിറ്റ് എഫക്ട് ഓൾസോ. സോ ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് ഉണ്ടാവും. സോ ഒരു ടു ഫോൾഡ് എഫക്റ്റ് ആണ്. സോ നമ്മൾ ആദ്യം ഈ ഒരു വീഡിയോയിൽ നമ്മൾ അസറ്റ്സിന്റെ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എങ്ങനെ നമുക്ക് ജേർണൽ എൻട്രി എഴുതാം, എങ്ങനെ അത് റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ വഴി നമുക്കത് പഠിക്കാം. ഓക്കെ. സോ അസറ്റ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, assets are resources owned or controlled by a business that provide future economic benefit. സോ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റിട്ടേൺ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മണി ഓറിയന്റ് ചെയ്തിട്ടുള്ള ഒരു റിട്ടേൺ. ഓക്കെ. സോ അസറ്റ്സ് ആർ റിസോഴ്സസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ എ ബിസിനസ്. എന്താണോ ബിസിനസ് ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്, അതിലൂടെ ബിസിനസ്സിന് എന്തെങ്കിലും എക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്നത്, എന്തെങ്കിലും ഒരു വസ്തു ഉടമസ്ഥയിൽ ഉള്ളതാണെങ്കിൽ അതിനെ നമുക്ക് അസറ്റ്സ് എന്ന് പറയാം. സോ സിമ്പിൾ ആയിട്ട് ഞാനൊരു എക്സാമ്പിൾ ഇപ്പൊ എടുക്കുവാണെങ്കിൽ, ഇപ്പോ കുട്ടൻ കുട്ടൻ കുട്ടനാണെങ്കിൽ ഒരു നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ചെറിയൊരു കട തുടങ്ങി. സോ അവിടെ ബേസിക് ആയിട്ട് കുട്ടൻ എന്ത് ചെയ്തു? ഒരു ഫർണിച്ചർ മേടിച്ചു. ഫർണിച്ചർ മേടിച്ചു കഴിഞ്ഞിട്ട് മേ ബി കുറച്ച് ഗ്ലാസസ് മേടിച്ചു, കുറച്ച് നാരങ്ങ, ലെമൺ, പിന്നെ ഒരു വലിയ അംബ്രല്ല. റൈറ്റ്. സോ ഇവിടെ ഇപ്പൊ ലെമൺ എന്ന് പറയുന്നത് നമുക്കത് സ്റ്റോക്ക് ആയിട്ട് എടുക്കാം. അത് അസറ്റ് ആണോ? അസറ്റ് ആണ്. ഗ്ലാസസ് ഈ ഉപയോഗത്തിനുള്ളതാണ്. അത് അസറ്റ് ആണോ? അസറ്റ് ആണ്. ഓൺ ചെയ്യുന്നുണ്ട്. ഫർണിച്ചർ ഓൺ ചെയ്യുന്നുണ്ട്. അംബ്രല്ലയും ഓൺ ചെയ്യുന്നുണ്ട്. സോ മേ ബി വെളിയിൽ ഒരു അംബ്രല്ല ഇട്ടിട്ടായിരിക്കും നാരങ്ങളുള്ള കട കുട്ടൻ നടത്തുന്നത്. റൈറ്റ്. സോ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ നടത്തുന്നത്. വേണമെങ്കിൽ ഒരു റൂം റെന്റിന് എടുത്തിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ റെന്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, ചെലവാണ്. ബാക്കി ഇതിനകത്ത് എന്തൊക്കെയാണ് കുട്ടൻ ഓൺ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റോക്ക് വരുന്നത് ലെമൺ ആണ്. റൈറ്റ്. ഗ്ലാസസ് വരുന്നുണ്ട്, ഫർണിച്ചർ, അംബ്രല്ല. സോ ഇതെല്ലാം നമുക്ക് അസറ്റ്സ് ആയിട്ട് കണക്കാക്കപ്പെടാം. സോ അസറ്റ്സ് നമ്മൾ പഠിക്കുമ്പോൾ ഇത് രണ്ട് തരത്തിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അസറ്റ്സ് കാറ്റഗറൈസേഷൻ പോകുമ്പോൾ നമുക്കത് കറണ്ട് അസറ്റ്സ് എടുക്കാം. അതുപോലെ തന്നെ നമുക്കതിനെ നോൺ കറണ്ട് അസറ്റ്സ് എന്നും എടുക്കാം. റൈറ്റ്. ഇപ്പൊ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് ദ അസറ്റ്സ് വിച്ച് ആർ വിത്തിൻ 12 months. ഇതാണ് ബേസിക് ഡെഫിനിഷൻ. നിങ്ങൾ അതൊരു ഇതെന്താന്ന് ഒരു എക്സാമിന് ചോദിച്ചാൽ പോലും നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. കറണ്ട് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ആർ ഓൺഡ് ബൈ ദ ബിസിനസ് ഓർ കൺട്രോൾഡ് ബൈ ദ ഓൺഡ് ബൈ ദ ബിസിനസ് വിത്തിൻ 12 months. നോൺ കറണ്ട് ആണെങ്കിൽ എന്താ? മോർ ദാൻ 12 months. ഇതാണ് രണ്ട് സിമ്പിൾ ക്ലാസിഫിക്കേഷൻ. ഓക്കെ. ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്യാൻ പറയുന്നത്. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക്. ഇപ്പൊ ലെമൺ നമുക്ക് ഒരു ദിവസം 2 ദിവസം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത ലെമൺ മേടിക്കും. നോൺ കറണ്ട് ആണെങ്കിൽ ഫർണിച്ചർ. നമ്മളൊരു ഫർണിച്ചർ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ജീവിതകാലമല്ല, ബിസിനസിന്റെ ഒരു അതിന്റെ ഒരു ലൈഫ്, ആ ഫർണിച്ചർ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഉപയോഗം ശൂന്യമല്ലാത്ത ആകുന്ന ഒരു ടൈം വരെ നമുക്കത് ഉപയോഗിക്കാം. ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മളിനി റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിലേക്ക് പോകും. ഓക്കെ. ഇപ്പോ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളിപ്പോ ഒരു ജസ്റ്റ് ടി ആയിട്ട് എടുക്കാം. അസറ്റ്സ്, ഇത് ഡെബിറ്റ്, ഇത് ക്രെഡിറ്റ്. ഇപ്പൊ നമ്മൾ അക്കൗണ്ട് പോസ്റ്റിംഗ് ഇവിടെ തന്നെ നമ്മളത് ഫോളോ ചെയ്യാം. വെൻ അസറ്റ് ഇൻക്രീസസ്, അപ്പൊ ഞാൻ ട്രാൻസാക്ഷൻ പറയാം. കുട്ടൻ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് rupees 10,000. ഓക്കെ.
ഇപ്പോ ഇതിപ്പോ അസറ്റ് ആണ്. അപ്പോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ഞാൻ ഫർണിച്ചർ അക്കൗണ്ട് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത് ഫർണിച്ചർ അക്കൗണ്ട് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ കുട്ടൻ പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ അസറ്റ് ഉള്ളിലേക്ക് വരികയാണ് അല്ലെ. അപ്പൊ അസറ്റ് ഇൻക്രീസ് ആവുന്നുണ്ടോ? അസറ്റ് മേടിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ കുട്ടൻ ഇവിടെ നിന്ന് 10,000 രൂപ ക്യാഷ് കൊടുക്കുന്നു വേറൊരാൾക്ക്. അയാള് കുട്ടനെ വിൽക്കുന്ന എന്താണ്? ഫർണിച്ചർ, റൈറ്റ്. അപ്പോ ഫർണിച്ചർ ബിസിനസ്സിലേക്ക് വന്നു, കുട്ടന്റെ കയ്യിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോയി. ക്യാഷ് അസറ്റ് ആണോ? അതെ. വന്നത് എന്താണ്? ഫർണിച്ചർ. അത് അസറ്റ് ആണോ? അതെ. അപ്പൊ അസറ്റ് ഇൻക്രീസസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡെബിറ്റ് ആണ്. ഫർണിച്ചർ അക്കൗണ്ട് നമ്മുടെ കയ്യിൽ കൂടി. അപ്പോ ഇവിടെ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് നമ്മൾ എഴുതും, റൈറ്റ്. അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ടിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി 10,000 രൂപ ഉണ്ടായിരുന്നു, പക്ഷെ അത് പുറത്തേക്ക് പോയി. അപ്പോൾ ബൈ ഫർണിച്ചർ എന്ന് നമ്മളിവിടെ 10,000 രൂപ എഴുതും, റൈറ്റ്. അപ്പൊ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അസറ്റ് ഇൻക്രീസസ് എന്ന് പറയുമ്പോൾ ഫർണിച്ചർ ഇവിടെ കൂടി. അസറ്റ് ഡിക്രീസസ് എന്ന് പറയുമ്പോൾ ക്യാഷും അസറ്റ് ആണ്, ക്യാഷ് കയ്യിൽ നിന്ന് പോയി, അപ്പോൾ കുറഞ്ഞു. അപ്പോൾ നിങ്ങളിവിടെ ജസ്റ്റ് ഈ ഒരു ടേം എങ്ങനെ റിമെമ്പർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റ് ഇൻക്രീസസ്, അപ്പൊ ഇൻക്രീസസ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ്, ഡിക്രീസസ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ്. അപ്പൊ ഇതെങ്ങനെ ജേർണൽ എൻട്രി ആയിട്ട് എഴുതാം? ഇൻക്രീസ് ചെയ്യുന്നത് ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് നമ്മൾ എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ 10,000 രൂപ, ഇവിടെ 10,000 രൂപ. നമ്മൾ നറേഷൻ ആയിട്ട് എഴുതുവാണെങ്കിൽ ബീയിങ് ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ്, റൈറ്റ്. ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ കൂടെ എടുക്കാം. കുട്ടൻ പർച്ചേസ്ഡ് കാർ ഫോർ ₹1 lakh. അപ്പോ ഏത് അസറ്റാണ് കൂടിയത്? കാർ. അപ്പൊ അത് കൂടി. ഏത് അസറ്റാണ് കുറഞ്ഞത്? ക്യാഷ്. അപ്പോ എൻട്രി എന്നാ വരും? കാർ അക്കൗണ്ട് ഡെബിറ്റ് എൻട്രി എന്നാ വരും? കാർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. 1,00,000 1,00,000. ഓക്കെ, ഇതാണ് സിമ്പിൾ എൻട്രി. നമുക്ക് ഇത് വെച്ച് തന്നെ റൂൾസ് ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എപ്പോഴും ഇതിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കേണ്ടത് അസറ്റ് ബിസിനസ്സിന് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യുക, അസറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ ക്യാഷ് ആണ് കുറയുന്നത്, അപ്പുറത്തെ കേസിൽ അസറ്റ് ആണ് കൂടുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഒരു ട്രാൻസാക്ഷനിൽ രണ്ടും ഇതിപ്പോ അസറ്റ് ഉള്ളതാണ്, അസറ്റ് ഇല്ലാത്തൊരു ട്രാൻസാക്ഷൻ ഞാൻ പറയാം. നമ്മളൊരു ലയബിലിറ്റി പേ ഓഫ് ചെയ്യുന്നു. ലയബിലിറ്റി റൂൾസ് നമ്മൾ നെക്സ്റ്റ് പറയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒരു പറയുകയാണ്. ബാങ്ക് ലോൺ നമുക്കുണ്ടായിരുന്നു, റൈറ്റ്. ബാങ്ക് ലോൺ നമുക്കുണ്ടായിരുന്നത് ഒരു 10,000 രൂപ എടുക്കും. ഇത് കാശ് അടയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് കൊടുക്കണം. അപ്പോൾ ടു ക്യാഷ് 10,000. അപ്പോൾ ഇവിടെ ഒരു അസറ്റ് മാത്രമേ കുറയുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് വാട്ട് ഡിക്രീസസ്. ഓക്കെ, യെസ്. സോ ഇതാണ് ജസ്റ്റ് നമ്മൾ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സോ നിങ്ങൾ ജസ്റ്റ് റിമെമ്പർ ചെയ്യുക, അസറ്റ് കൂടുന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. അടുത്ത അതിന്റെ ഓപ്പോസിറ്റ് ട്രാൻസാക്ഷനിൽ ഏതാണോ ഐറ്റം അതും അസറ്റ് ആണെങ്കിൽ അത് കുറയുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നമ്മൾ ജസ്റ്റ് അസറ്റ്സിന്റെ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലയബിലിറ്റിയുടെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.